നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തൊട്ട് തലേ ദിവസം ഗ്രീൻ പീസ് ഇതാ വെള്ളത്തിട്ടിരിക്കാണ് കേട്ടോ. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറി വെള്ളപ്പമാണ്. ഈ പാക്കറ്റിൽ ഇടുന്ന വെള്ളപ്പ മിക്സ് ഇല്ലേ, അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഇതുവരെ വാങ്ങിയിട്ടില്ല അങ്ങനെ വെള്ളപ്പ മിക്സിന്റെ റെഡിമെയ്ഡ് പൊടിയൊന്നും. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അരച്ച മാവോണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. നോക്കി നോക്കാം ടേസ്റ്റ് വൈസ് എന്താ വ്യത്യാസമുള്ളതെന്ന്. അങ്ങനെ ഗ്രീൻ പീസ് ഇതാ കറിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ പാടം അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കേണ്ട കാര്യമുണ്ടല്ലോ, ഈ പൊടി വെള്ളപ്പത്തിന്റെ മിക്സ്. അപ്പൊ അതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് എടുത്തത്. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ അത്യാവശ്യം നല്ല പൊള്ളൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസും ഓക്കെ ആയിരുന്നു. ഇത് തലേ ദിവസം വെച്ച കറിയാണ് കേട്ടോ. മത്തി മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ ദിവസമായി ഞാൻ ഏട്ടനോട് പൊതിച്ചോറ് കഴിക്കാൻ ഒരു പൂതി കയറിയിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ച ഓഫീസിലേക്ക് അതന്നെ കൊണ്ടുപോവാം. ഏട്ടന് കേട്ടപ്പോൾ ഏട്ടന് പൊതുവെ ഇഷ്ടമാണ് പൊതിച്ചോറൊക്കെ കഴിക്കണത്. അപ്പം എനിക്കും കൂടി എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ. ചമ്മന്തി ഇല്ലാതെ പിന്നെ നമുക്ക് ഏത് ടൈപ്പ് പൊതിച്ചോറാണെങ്കിലും മെയിൻ സാധനം എന്ന് പറയുന്നത് ചമ്മന്തിയാണല്ലോ. അപ്പോൾ അതാ അതിങ്ങനെ നല്ല ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ചോറിൽ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറെ തേങ്ങ ചമ്മന്തിയോടാണ് ചായ്വ് മൊത്തം. അടുത്തതാരെന്ന് പറയുന്ന പൊതിച്ചോറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു സംഭവം ഓംലെറ്റ് ആണ്. ഇതാ അതടിച്ചെടുക്കാണ്. അങ്ങനെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഉപ്പേരിക്ക് ഇവിടെ കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഉപ്പേരി ആക്കാൻ വിചാരിച്ച് വെച്ചത്. പിന്നെ ഒരു 2-3 ഇച്ചിരി വഴുതനങ്ങ ഇരിപ്പുണ്ട്. അപ്പം ഏട്ടനത് വറുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ചിക്കൻ മസാല ഇട്ടിട്ട് കായം തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത ഐറ്റംസ് എന്ന് പറയാൻ വഴുതനങ്ങ വറുത്തതും പിന്നെ മീനുണ്ടായിരുന്നു, മത്തിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വറുക്കാനുണ്ട്. അപ്പോൾ വറവ് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം ഞാൻ ഏട്ടനെ പോയിട്ട് വിളിച്ചു കൊടുത്തിട്ടാ, കാരണം എനിക്ക് പൊതി കെട്ടാൻ അറിയില്ല. എനിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ ഏട്ടനെ വിളിച്ചു കൊടുന്നു. 2 വാഴയിലയും മുറിച്ച് കൊണ്ടുവന്നു. അത് നന്നായിട്ട് വാട്ടിയിട്ട് ഏട്ടൻ ആദ്യം ഏട്ടനുള്ള പൊതിച്ചോറ് കെട്ടാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്നോട് പറയുന്നുണ്ട് എനിക്കുള്ള ചോറ് നീ വീഡിയോ എടുക്കണ്ട, എന്നെ കളിയാക്കുത്ര ചോറൊക്കെ ഇട്ട് കാണുമ്പോൾ. ഞാൻ പറഞ്ഞു പൊതിച്ചോറല്ലേ. അപ്പൊ കൂടെ ഒത്തിരി പേരുണ്ടാവും, എല്ലാവരും കൂടിയിട്ട് ഇരുന്ന ഫുഡൊക്കെ കഴിക്കണ്ടാവും. അവര് പൊതിച്ചോറാകുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും കഴിക്കാനൊക്കെ. അപ്പൊ ഇച്ചിരി തോനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനുള്ള ഐറ്റംസുകളൊക്കെ അതാ റെഡിയാക്കി ആൾ നല്ല വൃത്തിയിൽ പൊതിയുന്നുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി സോയാബീനും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ മീൻ വറുത്തതിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ കുറച്ച് സോയ എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഏട്ടന സംഭവം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആളിതാ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല, കഷ്ടിച്ച് തപ്പി എടുത്തിട്ടാ ഏട്ടന് പൊതിഞ്ഞ് കിട്ടി. എനിക്കിവിടെ ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പം അത് വെച്ചിട്ട് ഏട്ടൻ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കുള്ള ചോറ് ഇട്ടോണ്ടിരിക്കാൻ കേട്ടാ. സത്യം പറഞ്ഞാൽ കുറെ കാലമായി ഇങ്ങനെ ഒരു പൊതിച്ചോറ് കഴിച്ചിട്ട്. ഓർത്ത് നോക്കുകയാണെങ്കിൽ ലക്കീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കും എനിക്കിങ്ങനെ ഒരു പൊതിച്ചോറിന്റെ പൂതിയൊക്കെ വന്നിട്ടുണ്ടാവുക. പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനെ എനിക്കിതാ ഉപ്പേരിയും ചമ്മന്തി ഞാൻ പറഞ്ഞ അത്യാവശ്യം ഇട്ടോളുണ്ട് കേട്ടോ. ഏട്ടൻ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോൾ തന്നെ കൂടെ കറി കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് പിന്നെ കറി ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇത്രയും അധികം ഐറ്റംസ് പിന്നെ ചോറിലടിക്കുമ്പോൾ കറിയും കൂടി കൂട്ടി കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏട്ടന് ഇനിയിപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാലും കറി ഇല്ലാന്നുണ്ടെങ്കിൽ ആള് ഫുഡ് കഴിക്കില്ല. അങ്ങനെതാ എനിക്ക് പേരിന് ഒരു മീൻ വറുത്ത് വെച്ചോളാൻ വേണ്ടി പറഞ്ഞു. അത്യാവശ്യം വഴുതനങ്ങ വറുത്തതും സോയ വറുത്തതും ചമ്മന്തി ഉപ്പേരിയൊക്കെ വെച്ചോ. മീൻ വറുത്തത് കുറച്ച് ലിമിറ്റിൽ വെച്ചാൽ മതി, ഒരെണ്ണം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓഫീസിൽ ഇപ്പം എൻ്റെ കൂടെ കഴിക്കാൻ സ്റ്റാഫുകളായിട്ട് 2 പേര് തന്നെ ഉള്ളൂ. അവരും ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം വെറുതെ ഇട്ടിട്ട് നാശാക്കണ്ട, അത്യാവശ്യത്തിന് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മെയിൻ സംഭവം ഓംലെറ്റും കൂടി വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പൊതിച്ചോറ് ഏകദേശം റെഡി ആയിട്ടോ. ന്യൂസ് പേപ്പർ കിട്ടാത്ത കാരണത്തെ അടിയിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഏട്ടൻ പൊതിയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ പൊതിഞ്ഞ് കെട്ടാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ കവറിൽ നന്നായിട്ട് കെട്ടി പൊതിഞ്ഞെടുത്തോളാം എന്നിട്ടാ. രാവിലെ എണീറ്റ പാടെ തുടങ്ങിയ യുദ്ധം ഇപ്പോഴാണ്, ഈ പൊതി കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് അവസാനിച്ച് കണ്ടത്.
വേഗം തന്നെ അടുക്കളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഞാൻ പിന്നെ പോയിട്ട് ഒരു കുളി അങ്ങ് പാസ്സാക്കി. ബസ് വരാൻ ടൈമായേ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.